നിങ്ങളുടെ മുൻപിലേക്ക് ഒരു കലാകാരിയെ പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ ഒരു ചെറിയ യൂട്യൂബ് ചാനലാണ്, 98 പേര് സബ്സ്ക്രൈബേഴ്സ് ഉള്ളു. എന്നാലും അത്രയും പേർക്ക് ഞാൻ സ്നേഹത്തോടെ നന്ദി പറയുന്നു, എന്നെ സ്വീകരിച്ചതിന്, നിങ്ങളുടെ ഒരു കുടുംബാംഗമാക്കിയതിന്. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു കലാകാരിയാണ്. ആ കലാകാരി എത്ര വർഷമായി കലാരംഗത്ത് വന്നിട്ട് ഏത് കലയാണ് ചെയ്യുന്നത്, സിനിമയാണോ സീരിയലാണോ നാടകമാണോ ചെയ്യുന്നതെന്ന് നമുക്ക് നേരിട്ട് പരിചയപ്പെടാം കലാകാരിയെ. അപ്പോൾ സീതമ്മ വിജയൻ, അതെ, സീതമ്മ വിജയൻ ഈ രംഗത്തേക്ക് വന്നിട്ട് എത്ര വർഷമായി? ഞാൻ ഈ രംഗത്തേക്ക് വന്നിട്ട് ഇപ്പം 39 വർഷമായി. 39 വർഷമായി. ഫാമിലിയൊക്കെ? ഫാമിലി എൻ്റെ ഹസ്ബൻഡ്, 2 കുട്ടികൾ, ഞാൻ, പിന്നെ എൻ്റെ അമ്മ സീതമ്മയുടെ കൂടെയാണ്? അതെ അതെ. അപ്പോൾ നിങ്ങൾ എത്ര സഹോദരങ്ങളാണ്? ഞങ്ങൾ 7 സഹോദരങ്ങൾ. 7 സഹോദരങ്ങൾ. അപ്പോൾ മറ്റാർക്കും അമ്മ നിർത്താൻ ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടിൻ്റെ കാര്യത്തിലല്ല, അമ്മ 10-24 വർഷമായിട്ട് എൻ്റെ കൂടെ തന്നെയാണ്, അതുകൊണ്ട് അമ്മ എൻ്റെ കൂടെ തന്നെ. അപ്പോൾ അമ്മ സീതമ്മ നോക്കുന്നു. അതെ. ഇപ്പം വയ്യാതിരിക്കുക. മോളെന്ത് ചെയ്യുന്നു? മോള് ഇപ്പം ടീച്ചറാണ്. ടീച്ചർ ഏത് സ്കൂള്? വർക്കല അയ്യൂർ MGM സ്കൂളിൽ ടീച്ചറായി. PG എടുത്തു? PG കഴിഞ്ഞു, ഇപ്പോൾ B.Ed പാസ്സായി. ഇളയ മോള് 10ാം സ്റ്റാൻഡേർഡ് കഴിഞ്ഞു, ഇപ്പോൾ +1-നാണ്, പാരിപ്പള്ളി അമൃത സ്കൂൾ. പിന്നെ കലാരംഗം എന്ന് പറയുമ്പം കലാരംഗം ഒരുപാടുണ്ടല്ലോ, സിനിമ, സീരിയല്, നാടകം, പിന്നെ നൃത്ത നാടകം. അപ്പോൾ ഇതിൽ ഏതാണ് സീതമ്മ ഫോക്കസ് ചെയ്തത്? ഞാൻ നാടകമാണ്, നാടകത്തെയാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, അതുകൊണ്ട് നാടകമാണ്. ഇത്രയും വർഷവും നാടകം തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ 2-3 സീരിയൽ ചെയ്തു, കന്യാദാനം, അങ്ങനെ 2-3 സീരിയല്, 2 ഫിലിം ചെയ്തു. പിന്നെ കൊച്ചു പരസ്യ ചിത്രങ്ങൾ, ഷോർട്ട് ഫിലിമുകൾ. സിനിമയിലേക്ക് സിനിമയിൽ താല്പര്യമുണ്ട്, ഇപ്പോഴും താല്പര്യമുണ്ട്, പക്ഷെ അതിന് നമുക്ക് അവസരം കിട്ടണ്ടേ. അവസരം കിട്ടുന്നതല്ല, നാടകത്തിൽ നിൽക്കുന്നവർക്ക് പോകാൻ എന്തോ ഒരു നാടകം എന്ന് പറയുമ്പോൾ നമുക്ക് അതൊരു ഉപജീവന മാർഗമാണല്ലോ. മറ്റേ സിനിമ എന്ന് പറയുമ്പോൾ അത് നമ്മൾ രക്ഷപ്പെട്ടാൽ മാത്രമല്ലേ നമ്മളെപ്പോലുള്ളവർക്ക് അവസരമുള്ളത്. നമ്മൾക്കല്ല, ആർക്കായാലും. അത് ഭാഗ്യവും കൂടെയാണ്. കഴിവിനേക്കാൾ ഭാഗ്യവും കഴിവും വേണം. അപ്പൊ നാടക സമിതിയിലെ ഏതൊക്കെ സമിതിയാണ് നിന്നിട്ടുള്ളത്? ഏതൊക്കെ സമിതി എന്ന് ചോദിച്ചാൽ, പിന്നെ ഞാൻ ഇപ്പോഴത്തെ സമിതി ഏതാ? പുതിയ ഈ വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സമിതി? ഇപ്പോൾ ഈ പുതിയ വർഷം എന്ന് പറയുമ്പോൾ വേദവ്യാസ. നാടകം അഴകി. ആര് സംവിധാനം ചെയ്യുന്നു? സുരേഷ് ദിവാകരൻ. രചന മുഹാദ് വെമ്പായം. അവർക്കിപ്പോൾ ഇഷ്ടംപോലെ. അതെ, മുഹാദ് വെമ്പായവും പിന്നെ സുരേഷ് ദിവാകരും കൂടെ നല്ലൊരു കൂട്ടുകെട്ട്. മുഹാദ് വെമ്പായും സുരേഷ് ദിവാകരനും അവരാണ് കൂട്ടുകെട്ട്. സുരേഷ് ദിവാകരനെ ഇപ്പോഴാണോ പരിചയപ്പെടുന്നത്? അല്ല, ഞാൻ ഏതാണ്ട് 25 വർഷങ്ങൾക്ക് മുമ്പ് സുരേഷൻ ഞാൻ ഇവിടെ ഹൈവേയിൽ അന്ന് എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നുണ്ടല്ലോ. ചേച്ചിയുടെ പേരെന്തോ? ഷീലാ സുദർശൻ. നാടകക്കാരിയായിരുന്നു. അതെ. അപ്പൊ നിങ്ങൾ മൊത്തത്തിൽ ഒരു നാടക കുടുംബമാണ്. അതെ. നാടക കലാകാരന്മാരെ ഒന്നും പൊതുജനങ്ങൾക്ക് അത്രയും അറിയത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. ഇതിന് മുന്നേ അങ്ങനെ ശ്രദ്ധിക്കത്തില്ലായിരുന്നു, പക്ഷെ ഇപ്പം അങ്ങനല്ല. ഇപ്പം ഈ ചാനലുകളും ഈ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. പക്ഷേ എങ്കിലും എനിക്കൊരു പരാതി ഉണ്ടെന്ന് പറയുന്നത്, സ്റ്റേറ്റ് കോമ്പറ്റീഷൻ വരുമ്പോൾ ഇപ്പോഴും അവരെ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഒരു മാധ്യമത്തിൽ ഒരു ചരമക്കോളത്തിൽ ഒരു ഫോട്ടോ ഇട്ട് ഇതാണ് മെയിൻ നടൻ അല്ലെ മെയിൻ നടിയെന്ന്, അതിനിപ്പോഴും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് കുഴപ്പമില്ല, സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ. അല്ല, സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിലും ഇപ്പൊ എനിക്കാണ് ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നതെന്നിരിക്കട്ടെ, പക്ഷെ എനിക്ക് ഈ സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധമില്ലെങ്കിൽ എന്നെ അറിയപ്പെടത്തില്ല. ആ സമയം ഇത് ആ രംഗമായിട്ട് ബന്ധമുള്ള ചില ആളുകൾക്ക് മാത്രമേ അതിൽ നിന്ന് നല്ലൊരു രീതിയിലേക്ക് പരസ്യം കിട്ടത്തുള്ളൂ. സോഷ്യൽ മീഡിയയിലൂടെ ആണല്ലോ ഏറ്റവും കൂടുതൽ പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ഇപ്പം മാധ്യമങ്ങളിലൂടെയാണ് ഈ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പത്രക്കാർ ഇന്നുവരെയും അല്ലെ ഒരു പ്രസിദ്ധീകരണവും ഇതുവരെ നാടകക്കാരിലേക്ക് ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് സാരം. അല്ല, നാടകക്കാർക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരു മാധ്യമം കണ്ടതിനിടയ്ക്ക് ഇറങ്ങി, അതൊന്ന് ഇറങ്ങിയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. നാടക ശബ്ദം എന്നും പറഞ്ഞു ഒരു മാസിക ഇറങ്ങിയിട്ടുണ്ട്. അതെന്താ? പിന്നെ അത് ഞാൻ ആരെയും കുറ്റം പറയല്ല,
പക്ഷേ നാടക കലാകാർ തന്നെ അത് അംഗീകരിക്കാനോ അത് വാങ്ങാനോ അത് പ്രയോജനപ്പെടുത്താനോ അവർ തയ്യാറായില്ല. പിന്നെ അന്ന് അവരുടെ വരുമാനം അതുപോലെ ആയിരുന്നു. പക്ഷേ സാമ്പത്തികം വളരെ കുറവായിരുന്നല്ലോ പണ്ട്. നാടകത്തിൽ നമുക്ക് കിട്ടുന്ന ശമ്പളം തുച്ഛമായതല്ലേ ഉള്ളത്. അതുകൊണ്ടാണ് അത് ബുദ്ധിമുട്ട് വരുന്നത്. കാര്യം ഇത് മാത്രമാണല്ലോ കലാകാരുടെ ഒരു ഉപജീവനമാർഗം. അപ്പൊ എന്നാലും നാടകത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിതം ഒരുവിധം കുഴപ്പമില്ലാതെ കൊണ്ടുപോകാമല്ലോ വിദ്യാഭ്യാസ കുട്ടികളുടെ. അത് എൻ്റെ ജീവിതം അതാണ്. വളരെ ലളിതമായ രീതിയിൽ തന്നെ ജീവിച്ചാണ് ഞാൻ ഇവിടം വരെ എത്തിയതും എൻ്റെ മക്കളെ പഠിപ്പിച്ചതും എല്ലാം ഞാൻ ചെയ്യുന്നതാണ്. ഈ 39 വർഷത്തിനുള്ളിൽ ഹൃദയത്തിൽ തട്ടിയ ഒരു നാടകം, നമ്മളൊരു നാടകം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഈ നാടകം എനിക്ക് ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി എന്ന് തോന്നിയ ഒരു നാടകം, ആ കഥാപാത്രം ഒന്ന് പറയാം. നമുക്ക് എല്ലാ നാടകവും നമുക്ക് ഇഷ്ടമാണല്ലോ. കാര്യം ഒരു നാടകം മോശം ഒരു നാടകം നല്ലത് എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും എനിക്ക് ഏറ്റവും മനസ്സിൽ ഇഷ്ടമുള്ള ഒരുപാട് നാടകങ്ങളുണ്ട്, ഒരുപാട് കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ഇഷ്ടം തോന്നിയതെന്ന് പറയുന്നത് ഈഡിപ്പസ് നാടകം KPSC. കാര്യം അത് നമുക്ക് എടുത്തു പറയേണ്ടുന്ന ഒരു കഥാപാത്രമായിരുന്നു. എഗോസ്ത എന്ന് പറയുന്ന ആ കഥാപാത്രം അതൊരു വ്യത്യസ്തമായ അനുഭവം തന്നെയായിരുന്നു. ഈഡിപ്പസ് എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഭാര്യയായി ഈഡിപ്പസിന്റെ ഭാര്യയായി. അത് ഇഷ്ടമുണ്ടല്ലോ ആ കഥാപാത്രം. പറയാം എന്റെ പ്രേക്ഷകർക്ക് വേണ്ടി. ആ കഥാപാത്രത്തിന്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് മകനെ അമ്മ കല്യാണം കഴിക്കുന്നതായിട്ടാണ്. കാര്യം അറിയുന്നില്ല, മകനും അറിയുന്നില്ല അത് അമ്മയാണെന്ന് അറിയുന്നില്ല. അവന്റെ മക്കളൊക്കെ മാത്രത്തിൽ ചുമക്കേണ്ടിയും വരുന്ന അവസ്ഥ. വളരെ കുഞ്ഞു പ്രായത്തിലാണ് ഈ രാജകുമാരിയെ പിന്നെ സഹോദരൻ വേറൊരു രാജാവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത്. എല്ലാവരും പഠിച്ച വിഷയം തന്നെയാണത്. പക്ഷെ നമ്മൾ നാടക രൂപേണ ചെയ്തു വന്നപ്പോൾ അത് വേറൊരു സബ്ജക്റ്റിൽ വേറൊരു തലത്തിലേക്ക് വന്നു. അതാണ് അതിൻ്റെ. അപ്പൊ ഈഡിപ്പസ് കല്യാണം കഴിക്കുന്നത് സ്വന്തം അമ്മയാണ്. പക്ഷെ അത് ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് അതൊന്നും അറിയില്ല. അത് ആ നാടകം ചെയ്യുവാനേൽ അത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മാത്രമേ ആ നാടകം മനസ്സിലാവത്തുള്ളൂ. എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവണമെങ്കിൽ ആദ്യം ഇത് ആളുകൾ അത്ഭുതത്തോട് കണ്ടുകൊണ്ടിരിക്കും. കാര്യം അതിൻ്റെ സെറ്റും കാര്യങ്ങളും സംവിധാനവും അതേപോലെ ആയിരുന്നു. അതിൻ്റെ സംവിധാനം KPSC എന്ന് പറയുന്ന പ്രസ്ഥാനം അതനുസരിച്ചല്ലേ ആ ഒരു നാടകം ചെയ്യത്തുള്ളൂ. വിശേഷിച്ച് ഇത്രയും ചരിത്രപരമായ ഒരു അല്ലേ. അപ്പം അത്രയും വാല്യൂ ആ നാടകത്തിന് കൊടുത്തായിരുന്നു. അല്ല, ആരാ സംവിധാനം ചെയ്തത്? മനോജ് നാരായണൻ. ഭയങ്കര നല്ലൊരു വർക്കാണ്. അത് നല്ല വർക്കുമാണ്. അതിന് എനിക്ക് നല്ല ചെയ്യാൻ അവസരം അപ്പൊ ഈ പിന്നെ ഈഡിപ്പസ് തിരിച്ചറിയുന്നുണ്ടോ പിന്നെ അമ്മയാണെന്ന്? അറിയുന്നുണ്ട്. അറിയുന്നുണ്ട് അമ്മയാണെന്ന് തിരിച്ചറിഞ്ഞു. രണ്ട് കണ്ണും കുത്തിപ്പൊട്ടിച്ച് ഇനി എനിക്ക് ഈ ലോകമേ കാണണ്ട എന്ന് പറയുന്ന ഒരു നാടകം. അപ്പൊ ഈ അമ്മയുടെ അവസാനം എന്താണ്? അമ്മയുടെ അവസാനം എന്ന് പറയുന്നത് അമ്മ സ്വയം മോനാണെന്ന് തിരിച്ചറിയുമ്പോൾ ആത്മഹത്യ ചെയ്യുകയാണ്. അപ്പൊ അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ഇന്നത്തെ സമൂഹത്തിന് തിരിച്ചറിവില്ലാത്ത വ്യക്തികൾക്ക് തിരിച്ചറിവ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു നാടകമാണ്. പക്ഷെ എന്നിട്ടും ജനങ്ങൾ അതിനെക്കുറിച്ച് തിരിച്ചറിയുന്നില്ല. തെറ്റ് ചെയ്തു എന്ന് മനസ്സിലായപ്പോ ഈഡിപ്പസ് സ്വന്തം കണ്ണ് കുത്തിപ്പൊട്ടിക്കുകയായിരുന്നു. ഇന്നത്തെ ആൾക്കാരാണെങ്കിൽ അപ്പൊ ആർക്കും കണ്ണ് കാണത്തില്ല. കുഞ്ഞു തൊട്ട് വലുതിന് വരെ കണ്ണ് കാണാൻ പറ്റാത്തതില്ല. അങ്ങനത്തെ ഒരു തിരിച്ചറിവിലേക്ക് അവർ വരുന്നില്ല. അതാണ്. അപ്പൊ നാടകം കൊണ്ട് സന്തോഷം തന്നെയാണ്. സന്തോഷം തന്നെ. നാടകരംഗത്ത് നിൽക്കുന്നത് കൊണ്ടും നല്ല മനസ്സിന് സുഖമുള്ള ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് എൻ്റെ ജീവിതം നാടകമാണ്. അപ്പൊ എൻ്റെ ഈ ചെറിയ യൂട്യൂബ് ചാനലിലേക്ക് ഒരു ഇന്റർവ്യൂ തന്നതിന് വലിയ സന്തോഷം. എനിക്ക് ഈ ചാനലിലേക്ക് ഒരു ഇന്റർവ്യൂ തരാൻ അവസരം തന്നതിന് ഒരുപാട് സന്തോഷം. ഇത് എൻ്റെ ചാനൽ എന്ന് പറയുന്ന ഒന്നും അങ്ങനെ ഒന്ന് ഞാൻ
എന്താ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല സത്യത്തിൽ ഇതെന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പോലും. ഞാൻ എന്തോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അത്രേ ഉള്ളൂ. അതെങ്ങനെയാണ് വരുന്നതെന്നൊന്നും എനിക്കും നിശ്ചയമൊന്നും. എന്ത് തന്നെ ആയാലും ഇന്നിപ്പോൾ നമുക്ക് യൂട്യൂബും ഫേസ്ബുക്കൊക്കെ ഉള്ള കാലമല്ലേ. തുടക്കം ചെറുതായാണ് വലുതിലേക്ക് പോകുന്നത്. അതെ. അപ്പോൾ അതുകൊണ്ട് എല്ലാ നന്മകളും നേരുന്നു. ഇത് ഒരുപാട് പ്രേക്ഷകർ കാണട്ടെ, ഒരുപാട് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.